ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റൂമിലേക്ക് പോകുന്ന സർക്യൂട്ട്. അത് എത്ര ഗേജുള്ള വയറാണ്, എത്ര സ്ക്വയർ എം എം ആണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ മെയിൻ സർക്യൂട്ടുകളിൽ ഏതൊക്കെ വയറാണ് വരുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഓരോ റൂമുകളിലേക്കും ത്രീ ഫേസ് ഡി ബി ആണ്. ത്രീ ഫേസ് ഡി ബിയിലേക്ക് വന്നിരിക്കുന്ന വയറുകളാണ്. ഇപ്പോൾ ജസ്റ്റ് വയർ വന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് വലിച്ചതിനുള്ള അതാണ്, കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരുന്നതാണ് വീഡിയോ. ആദ്യമേ തന്നെ നമുക്ക് എ സിയുടെ നോക്കുക. എ സിയുടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2.5 വയറാണ് നമുക്ക് എ സിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. എ സിക്ക് 2.5 നമ്മൾ മഞ്ഞയും കൊടുത്തിട്ടുണ്ട്, നീലയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മഞ്ഞ നമ്മൾ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നു, നീല നമ്മൾ ന്യൂട്രലായിട്ട് യൂസ് ചെയ്യുന്നു. അത് കൊടുത്തിരിക്കുന്നത് 2.5 വയറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2.5 മതി, നമ്മൾ ഓൾറെഡി ഒരു എ സിക്ക് മതി. കാരണം എ സി മാക്സിമം ഒരു 5 ആമ്പിയർ അല്ലെങ്കിൽ മാക്സിമം വർക്ക് ചെയ്താൽ തന്നെ ഒരു 1.5 ടൺ എ സി ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു 5 ആമ്പിയർ അല്ലെങ്കിൽ 6 ആമ്പിയറേക്ക് ഉള്ളിൽ എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 2.5 വയർ നമുക്ക് മതിയാവും. അത്യാവശ്യം ലെങ്ത് ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് 2.5 വയർ മതിയാവും എ സിക്ക്. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 2.5 മഞ്ഞയും നീലയുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ സർക്യൂട്ട്, റൂം സർക്യൂട്ട് ആയതുകൊണ്ട് റൂമിലേക്കുള്ള മെയിൻ സർക്യൂട്ടാണ് വരുന്നത്. റൂം സർക്യൂട്ട് നമ്മൾ കൊടുക്കുന്നത് 2.5 തന്നെ വരുന്നത്. 2.5 റെഡ്, 2.5 ബ്ലാക്ക്, അതാണ് ഫേസ് ന്യൂട്രലും കൂടി കൊടുക്കുന്നത്. 2.5 റെഡും ബ്ലാക്കും കൊടുത്തു. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സെക്ഷനിൽ, അതായത് ഈ 2.5 ആണ് മെയിനായിട്ട് വരുന്ന ഫേസും ന്യൂട്രലും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ റൂമുകളിൽ വരുന്ന വേറൊരു സർക്യൂട്ട്, ഈ സർക്യൂട്ടിൻ്റെ കൂടെ തന്നെ ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ, ഇത്രയുമാണ് മെയിനായിട്ട് വരുന്നത്. ഇനി അടുത്ത് വരുന്നത് അതിൻ്റെ അകത്ത് വരുന്ന ഇൻവെർട്ടർ നമ്മൾ കൊടുക്കുന്ന 1.5 മതി. എല്ലാ സെക്ഷനിലേക്ക് സെപ്പറേറ്റ് വലിക്കുന്നുണ്ട്. 1.5 ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് സർക്യൂട്ടുകളെല്ലാം തന്നെ 2.5 1.5 ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് കൊണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വി ഗാർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. 1.5 സ്ക്വയർ എം എന്ന് കറക്റ്റായിട്ട് അതിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടറിന് വേണ്ടിയിട്ട് മഞ്ഞ 1.5 വയറാണ് നമ്മൾ വലിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ സെക്ഷൻ വരുന്നുണ്ട്. മാസ്റ്ററിന് നമ്മൾ ഇതുപോലെ തന്നെ എല്ലാ റൂമുകളിലേക്കും നമ്മൾ മാസ്റ്റർ സ്വിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് മാസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാം ഒറ്റ സമയത്ത് ഒറ്റ സ്വിച്ച് കൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ലൈറ്റുകളും തെളിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അത്യാവശ്യം വരുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാസ്റ്റർ സ്വിച്ച് കൊടുക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളിലും നമ്മൾ മാസ്റ്റർ സ്വിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1 വേ സ്വിച്ച് വെച്ചതിന് ശേഷം ഇൻഡിക്കേറ്ററുള്ള 16 ആംസിൻ്റെ സ്വിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1.5 നീലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എർത്ത് മെയിൻ സർക്യൂട്ടിൽ വരുന്നതാണ്. എർത്ത് വരുന്നത് പച്ച നമ്മൾ കൊടുക്കുന്നത് 1.5 തന്നെയാണ് വരുന്നത്. അപ്പോൾ റൂമിലേക്ക് വരുന്ന സർക്യൂട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടി കാണും. റൂമിലേക്ക് വരുന്ന സർക്യൂട്ട് ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ, ഇങ്ങനെ 5 വയറാണ് വരുന്നത്. പിന്നെ റൂം ആയതുകൊണ്ട് എ സിയും കൂടി വരുന്നതുകൊണ്ട് 2 വയർ എക്സ്ട്രാ വരുന്നുണ്ട്. 2.5 അങ്ങനെ ടോട്ടൽ 7 വയറാണ് റൂമിലേക്ക്, എ സി ഉള്ള റൂമിലേക്ക് നമ്മൾ വലിക്കുന്നത്. അത് വലിച്ച ആ സ്റ്റേജാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.